ഈശോമിശിഹായിക്ക് ഈശോമിശിഹായിക്ക് ഈശോമിശിഹായിക്ക്. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ടേ? കണ്ണടച്ച് കൈ യാചനാരൂപത്തിൽ പിടിച്ചേ. എന്റെ ഈശോയെ, അങ്ങ് ആകാശമോക്ഷത്തിലും വിശുദ്ധ കുർബാനയിലും എഴുന്നള്ളിയിരിക്കുന്നത് പോലെ പാപിയായ എൻ്റെ ഹൃദയത്തിലും എഴുന്നള്ളി വരണമേ. ഈശോയെ സാവകാശം വായിക്കൂടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എന്നിട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഈശോമിശിഹായിക്ക് ഈശോമിശിഹായിക്ക്. സന്തോഷാണോ? സന്തോഷാണെങ്കിൽ ഇന്ന് 3 ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നല്ല ഉഷാറാ അല്ലേ? നമുക്ക് ബൈബിൾ കഥ പഠിക്കണ്ടേ? ഇന്ന് ഒരു യുദ്ധം അങ്ങ് പഠിച്ചു കളയാം. 1 സാമുവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തില് യുദ്ധം പറയുന്നുണ്ട്. നിങ്ങൾ യുദ്ധം കണ്ടിട്ടുണ്ടോ? TV-യിലൊന്നും കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധം ഫിലിസ്ത്യരും ഇസ്രായേൽക്കാരും തമ്മിലാണ്. ആരൊക്കെ തമ്മിലാ? ഫിലിസ്ത്യരും ഇസ്രായേൽക്കാരും തമ്മിൽ. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്നവരെല്ലാം ഇസ്രായേൽക്കാര്, ഈ സൈഡിൽ ഇരിക്കുന്നവരെല്ലാം ഫിലിസ്ത്യര്. യുദ്ധം ചെയ്യാം. ഇതെങ്ങനെയാണെന്നറിയാവോ? 2 സൈഡിൽ ഓരോ മല, ഇവിടെ ഒരു മല, അത് കഴിഞ്ഞിട്ട് ഇന്നൊരു താഴ്വര, പിന്നെ ഒരു മല. അപ്പോൾ ഈ മലയിൽ ആരാണ്? ഇസ്രായേൽക്കാർ. ഈ മലയിൽ ആരാണ്? ഫിലിസ്ത്യർ. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. ആർക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഫിലിസ്ത്യര് ഇസ്രായേൽക്കാർക്കെതിരായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ നോക്കുമ്പം ഫിലിസ്ത്യരനകത്തുനിന്ന് ഒരു വലിയൊരു മനുഷ്യൻ, നല്ല ഉയരം, നല്ല ശക്തി, അവനിഞ്ഞ് കയറി വരിക. അവൻ്റെ പേരെന്നാന്നറിയാവോ? ഗോലിയാത്ത്. ഗോലിയാത്ത്. ഗോലിയാത്ത് വന്നിട്ട് ചോദിക്കുവാണ്, ഓ ഇസ്രായേൽ സൈന്യങ്ങളെ, നിങ്ങൾ സാവൂളിൻ്റെ ആൾക്കാരല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കുക, അവൻ എന്നോട് യുദ്ധം ചെയ്യട്ടെ. അവൻ എന്നോട് യുദ്ധം ചെയ്ത് നിങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകും. അല്ല, നിങ്ങൾ തോറ്റുപോയെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് അടിമകളായിരിക്കും. ഇങ്ങനെ ഓർത്ത് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴുണ്ടല്ലോ സാവൂളും ഇസ്രായേൽക്കാരും ഇരുന്ന് പേടിക്കാൻ തുടങ്ങി. ഭയങ്കര ഭയപ്പാടായി. അങ്ങനെ ഈ ബഹളം കേൾക്കുമ്പോഴാണ് ബേത്ലഹേംകാരനായ ജസ്സയുടെ മകൻ ദാവീദ്, ഒരു കൊച്ചു പയ്യൻ, ആട്ടിടയനാ, അവൻ ഈ യുദ്ധരംഗത്തേക്ക് കടന്നു വരിക. അപ്പോൾ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഈ അനക്കയെല്ലാം കേട്ടുകൊണ്ട് അവൻ ഈ ഇസ്രായേൽക്കാരുടെ സൈഡിലേക്ക് ചെന്നിച്ചിട്ട് ചോദിക്കുവാണ്, ഇതെന്താ ആ മനുഷ്യൻ കിടന്ന് അലറുന്നത്? അവൻ എന്താ പറ്റിയേ? അപ്പോൾ ഇസ്രായേൽക്കാർ ഉടനെ പറയുവാണ്, അവൻ ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുകയാണ്. കണ്ടില്ലേ ആ നിൽക്കുന്ന മല്ലനെ? അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് മറുതലിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ദാവീദിന്റെ ഹൃദയമങ്ങ് രോഷം കൊണ്ട് ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്നു. ഇവൻ ആരാ? അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും എന്നുള്ള ഒരു വാശി ദാവീദിന്റെ മനസ്സിൽ കയറി. രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് ദാവീദ് പറയുകയാണ്, മഹാരാജാവേ, അടിയൻ ആ മല്ലനോട് യുദ്ധം ചെയ്യാം. അവനെ ഓർത്ത് ആരും ഭയപ്പെടേണ്ട, ഞാൻ അവനെ തോൽപ്പിക്കാം. അപ്പോൾ സാവൂൾ ചോദിക്കാണ്, മോനെ, നീ ചെറുപ്പമല്ലേ, നീ കൊച്ചല്ലേ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? അപ്പോൾ പറഞ്ഞു, മഹാരാജാവേ, അടിയൻ ചെറുപ്പം മുതലേ ഒരാട്ടിടയനാ. ഈ ആടുകൾക്ക് ഏതെങ്കിലും സിംഹമോ കരടിയോ എന്തെങ്കിലും ഈ ആടുകളെ പിടിക്കാൻ വന്നാൽ ഞാൻ അവയെ കല്ലെറിഞ്ഞ് കൊല്ലാറുണ്ട്. സർവശക്തനായ ദൈവം ഈ മല്ലനെയും അങ്ങനെ എന്നെ രക്ഷിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചു തരും. അപ്പോൾ സാവൂളിനും ഒരു ധൈര്യമായി. സാവൂൾ രാജാവ് പറഞ്ഞു, ശരി, നീ പോയിക്കൊള്ളുക, നിന്നെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ദാവീദ് എന്ത് ചെയ്തു? പതുക്കെ ചെന്ന് നടന്ന് ഈ ഫിലിസ്ത്യർ സേനയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പം ഗോലിയാത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ആരുണ്ട് എന്നെ തോൽപ്പിക്കാൻ?
നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? ധൈര്യമായിട്ട് ഒരാളെ തിരഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് വിടൂ. ആരുണ്ട് എന്നെ തോൽപ്പിക്കാൻ? അപ്പോൾ വീണ്ടും ഇവർക്ക് പേടി വരുവാ. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ഞാനുണ്ട് നിന്നെ തോൽപ്പിക്കാൻ, ഞാൻ നിന്നെ തോൽപ്പിക്കും. അപ്പം ഈ ഗോലിയാത്ത് എന്ത് വിചാരിച്ചേ? ഈ പയ്യൻ ഒരു പട്ടിയെ കൊല്ലാൻ വരുന്ന പോലെ നീ ഇങ്ങനെ കൊല്ലാമോ? പോടാ ജീവൻ വേണമെങ്കിൽ. അപ്പോഴുണ്ടല്ലോ ഈ ഗോലിയാത്ത് ഇങ്ങനെ പുച്ഛ സ്വരത്തിൽ പറയാ, ഒരു പയ്യൻ നീ എന്നോട് നേരിടാൻ വന്നിരിക്കുന്നു, കൊള്ളാവല്ല, പോടാ പുറത്ത് എന്ന് പറയുക. അങ്ങനെ ഇങ്ങനെ ഗർജിക്കുന്ന സമയത്ത് ഇവൻ എന്നാ ചെയ്തെന്നറിയാവോ? ദാവീദ് അവൻ്റെ സഞ്ചിയിലെ കവണഞ്ഞെടുത്തിട്ട് നല്ല ഒന്നാന്തര ഉണ്ടക്കല്ലുണ്ടായിരുന്നു, ആ കല്ലുകൊണ്ട് നല്ല ഒരൊറ്റ ഏറ് എവിടെ കൊണ്ടെന്നറിയാവോ? ഗോലിയാത്തിൻ്റെ നെറ്റിയേൽ. അവനങ്ങ് മറിഞ്ഞങ്ങ് വീണു. അപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ആ വാളിഞ്ഞെടുത്തിട്ട് ഒറ്റ വെട്ട് നേരെ അവൻ പടഞ്ഞങ്ങ് മരിച്ചു. അതോ ഇത് കണ്ടപ്പം എന്നാ ചെയ്തു? ഫിലിസ്ത്യക്കാരെല്ലാം പാഞ്ഞോടി. അവർക്ക് പേടിയായി, അവരുടെ മല്ലനെ കൊന്നില്ലേ അല്ലേ? അപ്പൊ ഇസ്രായേൽക്കാരെന്ത് ചെയ്തു? ഇസ്രായേൽക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഓടിഞ്ഞ് വന്നിട്ട് എന്നാ പറഞ്ഞേ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നേ, ദാവീദ് ഗോലിയാത്തിനെ കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹളം കൊണ്ടോ. അപ്പൊ ഈ ഭയങ്കര ശത്രു, ഈ നമ്മളെ ഭയപ്പെടുത്തുന്ന ശത്രു വന്നു കഴിഞ്ഞപ്പോൾ ആരെയാണ് ദാവീദ് ആശ്രയിച്ചത്? ദൈവത്തെ. ഇത് നിങ്ങൾക്ക് സ്കിറ്റായിട്ട് അവതരിപ്പിക്കാവോ? നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? നിങ്ങൾ സൗളിന്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തരം തിരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടട്ടെ. ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ആരുണ്ട് എന്നെ നേരിടാൻ? ഇവിടെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഫൈന് കുറച്ച് നിൽക്കുന്നത്? നീ കണ്ടോ ആ മല്ലനെ? അവൻ ഇസ്രായേൽക്കാരെ നിന്ദിക്കാൻ വന്നിരിക്കുകയാ. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും, തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ ദൈവത്തെ അപമാനിക്കാൻ ഇവൻ ആരാണ്? നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ഞാൻ അവനെ കൊല്ലും. മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്താ കാര്യം? മഹാരാജാവേ, ആ മല്ലനെ ഓർത്ത് ആരും ഭയപ്പെടേണ്ട. ആ മല്ലനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം. നീ ചെറുപ്പമല്ലേ, നിനക്കതിനുള്ള ശക്തിയില്ല. മഹാരാജാവേ, ചെറുപ്പം മുതലേ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹങ്ങളോ കരടികളോ വന്ന ആടിനെ തട്ടിയെടുത്താൽ ഞാൻ അവയെ അടിച്ചു കൊന്ന് ആടിനെ രക്ഷിക്കും. സിംഹത്തിന്റെ കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ആ മല്ലന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ശരി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആരുണ്ടെന്ന് നേരിടാൻ? ആരുണ്ടെന്ന് നേരിടാൻ? ആരുണ്ടെന്ന് നേരിടാൻ? ആരുണ്ടെന്ന് തോൽപ്പിക്കാൻ? ആരുണ്ടെന്ന് നേരിടാൻ? ഞാൻ നിന്നെ തോൽപ്പിക്കും. സുന്ദരനും കോമളനുമായ പയ്യൻ ദാവീദ്, നീ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയോ? ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ല. ഒരു പട്ടിയെ തല്ലാൻ വരുന്നത് പോലെ വടിയുമായി യുദ്ധത്തിന് വരുന്നു. കഷ്ടം. ജീവൻ വേണമെങ്കിൽ വേഗം വീട്ടിൽ പോകൂ. എനിക്ക് വാളും കുന്തവും ഒന്നുമില്ല. എന്നാൽ ഞാൻ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് യുദ്ധത്തിന് ഒരുങ്ങുന്നത്. കർത്താവ് മല്ലനായ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ തോൽപ്പിക്കും. നിന്റെ ഈ വലിയ ശരീരം പക്ഷികൾ കൊത്തി തിന്നും.
സ്കിറ്റ് കണ്ടില്ലേ നിങ്ങള്? എന്നിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം ഏത് ശത്രുവിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് ശത്രു വന്നാലും ഏത് ഭയപ്പെടുത്തുന്ന അവസരം വന്നാലും നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? അപ്പം നമുക്ക് ഒരു വചനം കാണാതെ പഠിക്കണ്ടേ സിസ്റ്റർ? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഈ ജനമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അപ്പൊ ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പൊ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ വാക്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഏത് വാക്യം പറഞ്ഞത്? എത്രാമത്തെ അധ്യായത്തിലാണ്? 17-ാമത്തെ അധ്യായത്തിൽ. ഏത് പുസ്തകത്തിലാണ്? സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ. അപ്പൊ ഇനി വരുമ്പം അത് വായിച്ചിട്ട് ആ സെന്റൻസ് കാണാതെ പഠിച്ചു വരുവോ? എന്നാ ശരി, നമുക്ക് ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണടച്ചു പിടിച്ചേ. എൻ്റെ ദൈവമായ കർത്താവേ, ഏത് ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലും അങ്ങയെ ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഈശോ മിശിഹായിക്ക് പ്രിയ മക്കളെ, ഏത് ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലും നാം ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളത് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ നേരിട്ടതിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ ഒരു വലിയ ശത്രുവിനെ നേരിട്ട സംഭവം സിസ്റ്ററിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റർ അത് നിങ്ങളോട് പറയാം. സിസ്റ്റർ BEdന് പഠിച്ചത് ബീഹാറിലെ റാഞ്ചി യൂണിവേഴ്സിറ്റിയിൽ ലൊഹർദഗ എന്ന് പറയുന്ന ഉർസലൈൻ BEd കോളേജിലാണ്. ഒരിക്കൽ ക്രിസ്മസ് ഹോളിഡേയ്സ് കഴിഞ്ഞ് റാഞ്ചിയിൽ നിന്നും ലൊഹർദഗയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഏകദേശം 10 മണിയായി. അവിടെ വലിയ ബസ് ഇല്ലാതെ വരുന്ന സമയത്ത് മെറ്റഡോർ അല്ലെങ്കിൽ ട്രാവലർ ഓട്ടത്തിനിടും. അങ്ങനെ ഒരു ട്രാവലറിലാണ് യാത്ര ചെയ്യുന്നത്. ട്രാവലറിൽ നിറച്ച് ആളായി കഴിഞ്ഞപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10-10:30 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ യാത്രക്കാരോടൊപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന 3 പെൺകുട്ടികളും ആ കൂടെ ഉണ്ടായിരുന്നു. യാത്ര മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയി കാണും. പെട്ടെന്ന് 2 ആളുകൾ ട്രാവലിനു മുമ്പിൽ കൈനീട്ടി. വണ്ടി നിർത്തി. അവർ വണ്ടിയിലേക്ക് കയറി. പെട്ടെന്ന് ഡോറടച്ചു. അതിൽ ഒരുവൻ കൈത്തോക്കെടുത്തിട്ട് ഞങ്ങളുടെ നേരെ നീട്ടി. മറ്റവൻ മിണ്ടിപ്പോകരുത്, നിശബ്ദരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ സംസാരിച്ചു. യാത്രക്കാരെല്ലാം ഭയപ്പെട്ടു. വിളിച്ചു കൂവാൻ തുടങ്ങി. അപ്പോൾ അവർ കൂടുതൽ ഭയപ്പെടുത്തി. ആ സമയത്ത് സിസ്റ്ററിൻ്റെ അടുത്തിരുന്ന കൂട്ടുകാരോട് സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ അമ്മയെ വിളിക്ക്, യേശുവിനെ വിളിക്ക്, അമ്മ ഈശോയുമായി കടന്നു വരാൻ പറയൂ, കയ്യിൽ കൊന്തയെടുക്ക് എന്ന് വിളിച്ചു പറഞ്ഞു. സിസ്റ്റർ കയ്യിലെ കൊന്ത നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കുരിശുരൂപം കയ്യിലെടുത്തു പിടിച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ജയ് യേശു, ജയ് യേശു, ജയ് യേശു. ഇത് കേട്ട് എല്ലാ യാത്രക്കാരും ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി, ജയ് യേശു, ജയ് യേശു എന്ന്. പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയുമായി കടന്നു വരണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് അപേക്ഷിച്ചു. ഉടനെ ഈ തോക്ക് പിടിച്ചിരുന്ന ആളിൻ്റെ അടുത്ത് നിന്നിരുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ തോക്ക് പിടിച്ചിരുന്ന മനുഷ്യൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അതിനുശേഷം അയാൾ തോക്ക് താത്തി. എന്നിട്ട് പെട്ടെന്ന് 2 പേരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡോറ് വലിച്ചടച്ചു. ഇത് കണ്ട എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അവർ പോയി എന്ന്. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തുന്നു.
ജയ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അതേ മക്കളെ, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന, ഇത് നമ്മളെ സംരക്ഷിക്കും. നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും നമ്മൾ കുരിശു വരയ്ക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുക്കളെ നേരിടുവാൻ. നമുക്ക് ശത്രുക്കളെ നേരിടുവാൻ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം വേണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വേണം. നമുക്കും പ്രാർത്ഥിക്കണം അങ്ങനെ. ഈശോ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അവിടെ സ്വർഗവാസികൾ എല്ലാവരും ഉണ്ട്. പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. ആ സ്വർഗീയ സംരക്ഷണം നമുക്ക് ഇതിലൂടെ ലഭിക്കും. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നമ്മൾ തേടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ ഏത് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും. രാത്രിയിൽ നമ്മൾ കിടക്കാൻ സമയത്ത് കട്ടിലിൽ ഇരുന്ന് കുരിശ് വരച്ചിട്ട് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. അതിനുശേഷം ആ വെഞ്ചിരിച്ച കൊന്ത കഴുത്തിൽ ഇട്ടുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിൽപ്പരം നമുക്ക് എന്താണ് വേണ്ടത്? മാലാഖമാരെ, കാവൽ മാലാഖയെ കൂട്ടുവിളിക്കുക. ആ ഹന്നാൻ വെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് കുരിശ് ചുംബിച്ച് അടുത്ത് തന്നെ സൂക്ഷിച്ചു വെക്കുക. വീണ്ടും നേരം വെളുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുന്നു. അതിനുശേഷം കുരിശു വരച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവം ഞങ്ങളെ ഈ രാത്രി മുഴുവൻ കാത്തു സംരക്ഷിച്ചതിന് ദൈവമേ നന്ദി. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ യാത്രയെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, മാലാഖമാരുടെ സംരക്ഷണം നൽകണമേ. അങ്ങനെ വിശുദ്ധ കുരിശ് ചുംബിച്ച് പരിശുദ്ധ അമ്മയോട് വീണ്ടും നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം യാചിച്ചിട്ട് ഹന്നാൻ വെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരിക. ആ ദിവസം മുഴുവൻ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഏത് ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നാം തേടുക. അങ്ങനെ ഏത് ഭയപ്പെടുന്ന സാഹചര്യങ്ങളും, ഏതു മല്ലനായ ഗോലിയാത്ത് വന്നാലും നമുക്ക് നമ്മുടെ ശത്രുക്കളെ നേരിടാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ സംരക്ഷണം ചോദിക്കാം. സ്വർഗവാസികളുടെ സഹവാസം ആഗ്രഹിക്കാം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ, ദൈവമേ, പരിശുദ്ധ അമ്മയും യൗസേപിതാവും മാലാഖമാരും സ്വർഗവാസികളും വന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ദൈവമേ, അങ്ങയുടെ സംരക്ഷണം, അങ്ങയിലുള്ള ആശ്രയം ഞങ്ങൾ ഒരിക്കലും കൈവിടാതെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ അങ്ങയുടെ ഹൃദയത്തിൽ സംരക്ഷിക്കണമേ, കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഏത് ഭയപ്പെടുന്ന സാഹചര്യത്തിലും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്താൽ ധീരതയോടെ നമുക്ക് നേരിടാം. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം.